നമസ്കാരമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കൂട്ടുകാരന്മാരെ. ഞാനിപ്പോൾ നിൽക്കണം നമ്മുടെ പള്ളുരുത്തി പള്ളുരുത്തി കോർപ്പറേഷൻ സോണൽ ഓഫീസിലാണ്. പേടിക്കണ്ട, ഇത് പിടിച്ചുപറി കേന്ദ്രമായിട്ടാണ് പള്ളുരുത്തിയിൽ അറിയപ്പെടുന്നത്. പക്ഷേ നല്ലവരായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. നമ്മുടെ നാടിൻ്റെ ദുരവസ്ഥ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു 4 കൗൺസിലർമാർ രാജിവെക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ദിവസമാണ് ഇവിടുന്ന് ഹെൽത്ത് ഇൻസ്പെക്ടറെയും അതേപോലെ തന്നെ സഹായിയായിട്ടുള്ള 2 പേരെയും കൂടി വിജിലൻസുകാർ പിടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ വരുന്ന പാവപ്പെട്ട ആളുകൾ ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ 650 രൂപ ഉണ്ടായിരുന്ന ബിൽഡിംഗ് പെർമിറ്റ് പൈസ ഇന്നിപ്പോൾ 13,000 രൂപ 15,000 രൂപ കൊടുക്കണം. ഒരു കടയുടെ പെർമിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അയാൾ കിടന്ന് ഓടി ലോൺ എടുത്തോ ഇല്ലെങ്കിൽ വട്ടിപ്പലിശയൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു കട തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങിത്തരുന്നത്. ഒരു പാവപ്പെട്ടവർ ഒരു കട തുടങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ, ആ കട തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിമാസം അവൻ തൊഴിൽ നികുതി എന്നും പറഞ്ഞിട്ട് പൈസ കൊടുക്കണം. 100 രൂപ 150 രൂപ ഒരു മാസം കൊടുക്കണം. അതായത് ഒരു വർഷത്തേക്ക് 1200 1300 ഒരു കടക്കാരൻ, പാവപ്പെട്ടവൻ, ഒരു ചെറിയ കടക്കാരൻ കൊടുക്കണം. ഒരു വീട് വെക്കാൻ പോകുന്നവൻ അവൻ ലോൺ എടുത്തിട്ടായിരിക്കും വീട് വെക്കാൻ വേണ്ടി പോകുന്നത്. ആ ലോൺ എടുത്ത് വീട് വെക്കാൻ വേണ്ടി കോർപ്പറേഷനിൽ പെർമിറ്റ് എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും 650 രൂപ ഉണ്ടായിരുന്ന പെർമിറ്റിന് ഇന്നിപ്പോൾ 13,000 രൂപയാണ്. അത് പോരാത്തതിന് ഇവിടെ വന്നിട്ട് ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമടക്ക്. എന്തിനു പറയുന്നത്, താഴെ തട്ടി കിടക്കുന്ന ക്ലർക്ക് മുതൽ മേലെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വരെ പൈസ കൊടുത്തിട്ടാണ്. 50,000 രൂപ 25,000 രൂപ. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പിടിച്ചത് എത്ര രൂപ? 10,000 രൂപ കൈക്കൂലി. എന്തിനാ? ഒരു കട തുടങ്ങാനായിട്ട്, ഒരു പാവപ്പെട്ടവന് കട തുടങ്ങാനായിട്ട് 10,000 രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കാൻ അവൻ്റെ അവസ്ഥ എന്നാണ്. എങ്ങനെയും പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞ് പണ്ടാറടക്കുക. അതാണ് ഇപ്പോഴത്തെ സർക്കാരും ഇവിടുത്തെ കോർപ്പറേഷനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ കൗൺസിലർമാർ ഇപ്പോൾ രാജിവെക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞത് തമാശക്കല്ല. എന്നെ വ്യക്തിപരമായിട്ട് ഓരോ ആളുകൾ വിളിച്ച് ചോദിച്ചു, ആരാണ് രാജിവെക്കാൻ പോണത്, എന്തിനാണ് രാജിവെക്കാൻ പോണത്? ഇതൊക്കെ തന്നെ അഴിമതിയാണ്. അഴിമതി, കെടുകാര്യസ്ഥത. ഒന്ന് ആലോചിച്ച് നോക്കി ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇവിടെ ചോദിക്കാനും പറയുന്ന ആൾക്കാർക്ക് കൗൺസിലിൻ്റെ ഒരു ജനാധിപത്യ സംവിധാനമാണ്. ഇപ്പം ജനാധിപത്യമല്ലേ ഇവിടെ നടക്കണം? ഇവിടെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിയവാസങ്ങളാണ്. അവരുടെ തോന്നിയവാസങ്ങളാണ് കാണിക്കുക. അത് ചോദിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന ഓരോ കൗൺസിലർമാരോ ഓരോ MLA മാരോ MP മാരോ അവർക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ഈ കൗൺസിലർമാർക്ക് ഒരു മുന്തയും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർ അതിൻ്റെ അപ്പുറത്ത് അഴിമതി കാണിക്കാൻ വേണ്ടി നടക്കുക. ദയവേത് പാവപ്പെട്ടവരെ ഉപദ്രവിക്കാതിരിക്കുക. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. എല്ലാവരെയും ഒന്നടങ്കമല്ല ഞാൻ പറയുന്നത്. 100-ൽ 70% അങ്ങനെ തന്നെ. 30% ആളുകൾ മാത്രം നല്ലതുള്ളൂ ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടും കൗൺസിലേഴ്സായിട്ടും. ഇത്രയും ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ 1 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ നിന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഒരു എൻഫോഴ്സ്മെൻറ്റ് വണ്ടി, മറ്റേ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വണ്ടി ഇവിടെ കിടന്നപ്പോഴത്തേക്കും ഞാൻ രാത്രിയിൽ വന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് വിജിലൻസ് പിടിച്ചത്. അവരുടെ ഹെൽപ്പർമാരായിട്ടുള്ള 2 പേരും കൂടി ഈ സെയിം സ്ഥലത്ത് വന്നിട്ട് അഴിമതി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണമെന്ന് അന്ന് ഞാൻ പറഞ്ഞത് 1 കൊല്ലം മുമ്പ്. 1 കൊല്ലത്തിന് ശേഷം പാവപ്പെട്ടവൻ്റെ പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പോൾ മനസ്സിലായത് ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ബൈ.